ഹായ് ഓൾ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ബ്ലഡ് ഷുഗർ സ്പൈക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ എങ്ങനെ ബ്ലഡ് ഷുഗർ സ്പൈക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്പർ 1, എപ്പോഴും നമ്മൾ ഏതൊരു ആഹാരം കഴിക്കുമ്പോഴും പ്രോട്ടീനെ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ മെയിനായിട്ട് ഫസ്റ്റ് ഇൻടേക്ക് പ്രോട്ടീനും ഫാറ്റും അങ്ങനെ അടങ്ങിയ ആഹാരങ്ങൾ ആദ്യം കൺസ്യൂം ചെയ്യുക. സോ ഇങ്ങനെ അടങ്ങിയ ആഹാരങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് സറ്റൈറ്റി ലെവൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾനെസ്സിനുള്ള ഫീലിംഗ് കൂടുമ്പോഴത്തേക്കിന് നമ്മുടെ ഇൻടേക്ക് ചെയ്യാനുള്ള ഒരു ഹങ്കറും കുറഞ്ഞു വരുന്നു. നമ്പർ 2, ഓൾവേസ് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് നമ്മുടെ ഡേ ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സൺസെറ്റിനിപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ലഞ്ച് ആ ഒരു കാറ്റഗറിയിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. സോ ഇൻ എ ഡേ നമുക്ക് ത്രൂ ഔട്ട് ദ ഡേയിൽ നമുക്കത് പ്രോപ്പർ എനർജി യൂട്ടിലൈസേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് മേക്ക് ഷുവർ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് മാത്രം ഇൻടേക്ക് ചെയ്യുക. നമ്പർ 3, ഫൈബർ അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. എംപ്റ്റി കാർബ് അല്ലാതെ എപ്പോഴും ഫൈബർ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിക്കുക. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷുഗർ സ്പൈക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്പൈക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു.